इस भजन संगीता को पढ़ने वाला हूं। ശബ്ദമേൽക്ക് വായിക്കാൻ ദൈവത്തിന്റെ വചനമാകുന്നു. വചനത്തിന് ശക്തിയുണ്ട്. ആ ശക്തിയാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തിന് മാത്രം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുവാൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് കാണാൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന സംരക്ഷണം നമുക്ക് നിർവഹിച്ചു കേൾക്കുകയാണ്. परमेश्वर का चेहरे पर जो व्यक्ति देखता है उनको परमेश्वर कैसे संभालेगा, इसके बारे में आज हम इस भजन संगीता से पढ़ा है. കർത്താവിന്റെ പരിപാലനം എങ്ങനെയാണ്, കർത്താവിന്റെ സൂക്ഷിപ്പ് എങ്ങനെയാണെന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മൾ വായിച്ചു. परमेश्वर जैसा हमको ख्याल रखता है और संभालता है, इस भजन संगीतकार हमको बताता है. ഒരു വ്യക്തി ദൈവത്തിലേക്ക് നോക്കുമ്പോൾ പല കാര്യവും പ്രതീക്ഷിക്കുന്നു. एक व्यक्ति परमेश्वर की ओर देखने का समय बहुत बातें उनसे लेना या उनसे जानता है. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിലേക്ക് നോക്കിയ അനേക സാഹചര്യങ്ങളുണ്ട്. प्रभु की स्तुति हो. हम कभी हमारे जीवन में भी हम परमेश्वर की ओर बहुत चीजें चाहते हुए हम परमेश्वर की ओर देखता है. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ പല വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ തളർന്ന് രാത്രിയുടെ കാലങ്ങളിൽ ഇരിക്കുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. और हम हमारे जीवन के बारे में सोचा तो रात के समय में बहुत विषयों के बारे में सोचकर दुख होकर बैठने वाला दिन हमारे जीवन में है. ഹല്ലേലൂയ. പലപ്പോഴും പല വിഷയങ്ങളുടെ മുമ്പിൽ മനുഷ്യരിലേക്ക് നോക്കിയ അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ऐसे वाला बहुत बातें हमारे जीवन में है, संदर्भ हमारे जीवन में है. हम इंसान की ओर हमारा भरोसा लगाया था. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. लेकिन ये भजन संगीतकार ऐसा बताता है, मेरी जो मदद आकाश और पृथ्वी को बनाने वाला परमेश्वर से ही आता है. മാനുഷികമായ അനേക സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയ മനുഷ്യരിൽ നിന്നെല്ലാം സഹായം നിന്നപ്പോൾ സ്വർഗീയമായ ഒരു സഹായം നമ്മളിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്. हम सोचा तो इस दुनिया का लोग हमको मदद करने का बंद किया, वो जो कड़ी से समय से लेकर स्वर्गराज से हमको हमारा मदद आना शुरू हुआ. നമ്മുടെ കാൽ വഴുതിയ അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മുമ്പോട്ട് ഇനിയും എനിക്ക് നടക്കാൻ വയ്യ, മുമ്പോട്ട് ഇനി പോകാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച അനേക സാഹചര്യത്തിന്റെ മധ്യേ നമ്മുടെ കാൽ വഴുതാതെ നിർത്തിയ ഒരു ദൈവത്തിന് നമ്മുടെ കരങ്ങളിൽ ദൈവത്തിന് മഹത്വപ്പെടുക. ഹല്ലേലൂയ. बीच में हमारा पैर फिसल गए थे, वैसा वाला समय में हमको संभाला था, चढ़ाया था, वो परमेश्वर को हम स्तुति करने का है. ആമേൻ. നമ്മുടെ കർത്താവ് അവൻ ഹല്ലേലൂയ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. परमेश्वर के बारे में लिखा है और हमारे परमेश्वर के बारे में लिखा है, वो कभी ना सोएगा ना ऊँघेगा. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായിട്ടുള്ളൂ, അവരുടെ മുഖം വാടുവാൻ ഇടവന്നിട്ടില്ല. जो उनके चेहरे पर देखा, उनका चेहरा प्रकाशन हुआ, वो कभी भी निराश नहीं हुआ करके वचन में लिखा है. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് ഈ രാത്രികാലം പറയാം, ഞങ്ങളുടെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ऐसे तो आज के इस रात का समय में साथ मिलकर बताएंगे, मेरा संभालने वाला कभी ना सोएगा या ना ऊँघेगा. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മളെ ബാധിക്കാൻ ദൈവം ഇടയാക്കുന്നു. दिन का धूप से ही और रात की चांदनी से ही कुछ हानि नहीं होगी. ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മളെ ഇത്രത്തോളം പരിപാലിച്ച നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് തുടർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. प्रभु ने संभाला, वो जो संभालने वाले परमेश्वर को हम एक गीत गाते हुए परमेश्वर को धन्यवाद करेंगे. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലമാണ്. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ഗാനം പാടി നമുക്ക്